ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ലാറ്ററൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് എല്ലാവർക്കും സംശയങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് അവിടെ പോയി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മൾ കാണുന്നത്. എത്രത്തോളം നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും സംശയങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് ഇത് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ജില്ലയിലുള്ള ഒരു പോളിടെക്നിക് കോളേജിൽ എവിടെയാണ് ഞാൻ ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്, സ്പോട്ട് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട ഈ ലാറ്ററൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് നടക്കുന്നത് ഞാൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ കോളേജിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന സ്പോട്ട് അഡ്മിഷൻ, ഈ പറയുന്ന ലാറ്ററൽ എൻട്രിയുടെ അഡ്മിഷൻ നടക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ ഇറക്കി കയറി വരും, കാരണം ഇതിൻ്റെ ഒരു പ്രോസസ്സേ അങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് കയറി വന്നതേ ഉള്ളൂ. എങ്കിലും ഈ ഒരു ലാറ്ററൽ എൻട്രി എവിടെയാണ് നടക്കുന്നത് ഞാൻ അന്വേഷിച്ച സമയത്ത് ഞാൻ ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൗൺസിലിംഗ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജില്ല ഏതാണോ അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ ആ കൗൺസിലിങ്ങിൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ കൗൺസിലിങ്ങിൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പഠിക്കാൻ അത്ര അടിപൊളി എന്നല്ല എങ്കിലും എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എനിക്കൊരു 1000, 1500 അല്ലെങ്കിൽ 1000 to 1500 ഇടയിൽ ഒരു 1301 എൻ്റെ റാങ്ക് എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങളുടെ റാങ്ക് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു കോളേജിൽ ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കോളേജിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. രാവിലെ 9 മണി മുതൽ 10:30 മണി വരെയാണ് 1 മുതൽ 500 റാങ്ക് വരെ ഉള്ളവർക്കുള്ള അഡ്മിഷൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ 1 മുതൽ 500, അവൻ്റെ ഒരു 300ാമത്തെ റാങ്കാണ്. അവൻ എന്ത് ചെയ്യും, അവൻ ആ കോളേജിലേക്ക് അവന് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എത്രയാണോ ഫീസ് വരുന്നത് ആ ഫീസ് കാര്യങ്ങളെല്ലാം കയ്യിൽ പിടിച്ചിട്ട് അവൻ ആ കോളേജിലേക്ക് എവിടെയെങ്കിലും ഒരു സെക്ഷനിലായിരിക്കുമല്ലോ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കുമല്ലോ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. കാരണം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ബന്ധപ്പെട്ട ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ അത് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അവിടെ 1 to 500 റാങ്കിൽ അവന് രാവിലെ ഒരു 8 മണി മുതൽ അല്ലെങ്കിൽ 8:30 മണി മുതൽ 10:30 വരെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അവൻ എന്ത് ചെയ്യും, അവിടെ ചെല്ലും. അവിടെ ചെല്ലുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ള രീതിയിൽ അവർ വിളിക്കും. ചില 500 ആണെങ്കിൽ ചിലപ്പോൾ 1 to 50 വരെയുള്ളവർ വരിക, അല്ലെങ്കിൽ 1 to 25 വരെയുള്ളവർ വരിക, 25 to 50 വരെയുള്ളവർ വരിക, 50 to 75 വരെയുള്ളവർ വരിക എന്ന് പറഞ്ഞാൽ അവിടെ വിളിക്കാനോ അറിയിക്കാനുള്ള ആളുകളുണ്ടായിരിക്കും. അവരിങ്ങനെ നമ്മുടെ ഈ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ പോയ ടോക്കൺ വിളിക്കില്ല, അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുക എന്നുള്ളതല്ല, നമ്മൾ കുറച്ചുകൂടെ എണ്ണത്തിൽ അങ്ങനെ വിളിക്കും. അങ്ങനെ അവിടെ അത് വിളിക്കും. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് ഏത് കോളേജിലേക്കാണോ ലാറ്ററൽ എൻട്രിക്ക് നമുക്ക് യോഗ്യത എന്നുള്ളത് അവിടുത്തെ സാറന്മാർ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ആ ഒരു റൂമിൻ്റെ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ റാങ്കിൻ്റെ കാര്യങ്ങൾ അവിടെ വിളിക്കുന്നു, നമ്മൾ ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കുറേ സാറുമാരിയ്ക്കുന്നു, എൻ്റെ മറ്റേ റാങ്കും കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നു, എനിക്ക് ഏത് കോളേജിലേക്കാണ് താല്പര്യം, എൻ്റെ ഒരു പ്രയോറിറ്റി കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പോൾ എൻ്റെ റാങ്കിനനുസരിച്ച് എനിക്ക് ചാൻസ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ടതിപ്പോൾ ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു കോളേജാണ്. അപ്പോൾ ആ കോളേജിലേക്കുള്ള എനിക്ക് ആവശ്യമുള്ള ആ കോളേജിലേക്ക് എനിക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അവർ നോക്കും. അവിടെ എനിക്കില്ല എന്നാണെങ്കിൽ അടുത്ത കോളേജ് ഏതാണുള്ളത്, ആ സീറ്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുള്ള ട്രേഡ് എവിടെയുള്ള കോളേജ് ഏതാണെന്ന് അവർ നോക്കും. ആ കോളേജിലേക്ക് എന്നെ പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് നോക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, കോളേജിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരുന്നു, കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ ഓക്കെയാണ്, മൊത്തത്തിൽ സീറ്റ് കാര്യങ്ങൾ പഠിത്തം പ്ലേസ്മെൻറ്റ് സംഭവങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് ഫീസ് കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററാണ്, പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കി. അപ്പോൾ നിങ്ങൾ ആ ഒരു കോളേജ് ഓക്കെ ഇത് മതി, ഇത് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. അത് ഓരോ കോളേജിലേക്കും ഡിഫറൻ്റ് മീൻസ് നമുക്ക് ആ ഒരു ഗവൺമെൻറ് ഫീസ് ആണെങ്കിൽ അതായിരിക്കും, പ്രൈവറ്റ് കോളേജ് ഫീസ് ആണെങ്കിൽ അതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ട്യൂഷൻ ഫീസ്, കോഷൻ ഡിപ്പോസിറ്റ്, യൂണിഫോം, ബുക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഫീസ് കാര്യങ്ങൾ, ആർട്സ് സ്പോർട്സ് അതിൻ്റെയൊക്കെ ഒരു ഏരിയ വരുന്നതിൻ്റെ ഒരു ഫീസ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അവർ വാങ്ങുന്നു. അങ്ങനെ ഒരു അഡ്മിഷൻ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എന്താണോ, ഫീസിൻ്റെ ലിസ്റ്റ് എത്രയാണോ വരുന്നത്, അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ കോളേജിൽ ഏതൊക്കെ സമയങ്ങളിലാണ് എത്ര റാങ്ക് വരെയുള്ളവരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 1 to 500 വരെയുള്ളവരെ 8:30 to 10:30 വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 10:30 to 11:30 വരെയുള്ളവരെ 500 to 1000 ഉള്ളവരെ വിളിക്കുന്നത്. അങ്ങനെ ആ ടൈമും കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയം മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിൽ സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞുതരാമെന്ന് അറിയില്ല. ഇനി മനസ്സിലായില്ലേ, കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നമ്മൾ ഇനി സിമ്പിളായിട്ട് പറഞ്ഞുതരണമെങ്കിൽ ഇനി സിമ്പിളായിട്ട് പറഞ്ഞുതരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഇതൊക്കെ പറഞ്ഞു, ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ കോളേജുള്ള ടൈമിങ് പറഞ്ഞില്ലല്ലോ, ഏത് റാങ്കിലുള്ളവർ എപ്പോൾ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. സിമ്പിളായിട്ട് നീ ഏത് കോളേജിലാണ്, ഓരോ ജില്ലയിൽ ഏത് കോളേജിൽ വെച്ചിട്ടാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നത് പോലും നീ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഓരോ ജില്ലയുടെയും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.